Good morning, students. Model question paper അടുത്ത question ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ ഇതാണ്. Find eigenvalues and eigenvectors of a equal to 20 minus 14. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചത്. 5 മാർക്ക്. നമുക്ക് ഞാൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കാണിച്ചു തരാം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് വന്നിരിക്കുന്നത് 9ാമത്തെ LP find the eigenvalues and eigenvectors of matrix 2 0 minus 1 4. അപ്പോൾ ഈ 2/2 മെട്രിക്സിന്റെ ഐഗൻ വെക്ടേഴ്സും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? ആദ്യം നമ്മൾ ഈ 2 0 minus 1 4ന്റെ ക്യാരക്ടറിസിക്കേഷൻ എന്താണത്? ഡിറ്റർമിനന്റ് a minus lambda I is equal to 0. ഇവിടെ നമ്മൾ ഒരു ഫോർമുല ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോർമുല നമുക്ക് അറിയാമെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 2/2നും 3/3ക്കും നമ്മൾ ഫോർമുല വെച്ചിട്ടുണ്ട്. 2/2ന്റെ ഫോർമുല എന്താണ്? ലാംഡ സ്ക്വയർ മൈനസ് s1 ലാംഡ പ്ലസ് s2 is equal to 0. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഓർത്തിരിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതിൽ s1 എന്ന് പറഞ്ഞാൽ എന്താണ്? s1 എന്ന് പറഞ്ഞാൽ sum of main diagonals. Sum of main diagonal elements. എന്താണത്? 2 4. നമ്മൾ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നത്? നമുക്ക് 6. അപ്പൊ s1ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 6. ഇനി s2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് a ആണ്. ഡിറ്റർമിനന്റ് ഓഫ് a എന്ന് പറഞ്ഞാൽ എന്താണ്? 2 0 minus 1 4. ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ എത്ര കിട്ടണേ? 4 8. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്? ലാംഡ സ്ക്വയർ മൈനസ് s1 എന്ന് പറഞ്ഞാൽ 6 ലാംഡ പ്ലസ് s2 എന്ന് പറഞ്ഞാൽ എന്താണ്? 8 is equal to 0. ലാംഡ സ്ക്വയർ മൈനസ് 6 ലാംഡ പ്ലസ് 8 is equal to 0. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് നമുക്ക് കിട്ടുക, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആയിട്ട് കിട്ടുക. ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യും. നമ്മൾ കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ റൂട്ട് കിട്ടും. റൂട്ട് ഏതാണ്? ലാംഡ is equal to 2 4. അപ്പോൾ 2 4 ആണ് നമ്മുടെ ഐഗൻ വാല്യൂസ്. Therefore eigenvalues are 2 4. ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്റർ ക്യൂബിക് ഇക്വേഷൻ ആയാലും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയാലും കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്താൽ കാൽക്കുലേറ്റർ നമുക്ക് റൂട്ട് തരും. അത് കാൽക്കുലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഐഗൻ വാല്യൂസ് കാണാനായിട്ട് നമ്മൾ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. ലാംഡ സ്ക്വയർ മൈനസ് s1 ലാംഡ പ്ലസ് s2 is equal to 0. ആ ഇക്വേഷൻ നമ്മൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ s1 s2 കണ്ടുപിടിച്ചാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി. ആ ഇക്വേഷൻ നമ്മൾ കാൽക്കുലേറ്റർ കൊടുത്താൽ നമുക്ക് അതിന്റെ റൂട്ട്സ് കിട്ടും. ആ റൂട്ട്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഐഗൻ വാല്യൂസ് എന്ന് വിളിക്കുക. ഐഗൻ വാല്യൂസ് എന്താണ്? 2 4. ഈ 2 4 വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ ടു ഫൈൻഡ് ഐഗൻ വെക്ടർ കണ്ടുപിടിക്കാം. ആദ്യം ലാംഡ is equal to 2 ആകുമ്പോൾ ഐഗൻ വെക്ടർ കണ്ടുപിടിക്കാം. ലാംഡ equal to 2 ആകുമ്പോൾ ഐഗൻ വെക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഐഗൻ മെട്രിക്സ് അതായത് a മൈനസ് ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 മൈനസ് ലാംഡ 0 മൈനസ് 1 4 മൈനസ് ലാംഡ. ഇതാണ് നമ്മുടെ ഐഗൻ മെട്രിക്സ്. ഐഗൻ മെട്രിക്സിൽ ലാംഡയ്ക്ക് 2 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ലാംഡയ്ക്ക് 2 കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് 2 മൈനസ് 2 ദാറ്റ് ഈസ് ഇക്വൽ ടു 0 എന്ന് വരും. ഇവിടെ നമുക്ക് 0 വരും. ഇവിടെ മൈനസ് 1 വരും. 4 മൈനസ് 2 ദാറ്റ് ഈസ് ഇക്വൽ ടു 2. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് 1 2 0 മൈനസ് 1 2 0. ഇതൊരു എക്കലോൺ ഫോം ആണ് അല്ലെ? ഇതൊരു എക്കലോൺ ഫോം, പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യം ഒരു എക്കലോൺ ഫോം ആണ്. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എന്താ കിട്ടുന്നത്? മൈനസ് എക്സ് പ്ലസ് 2y ഈസ് ഈക്വൽ ടു 0. ഇതിന്റെ റാങ്ക് എന്താണ്? റാങ്ക് 1 ആണ്. നമ്പർ ഓഫ് അൺനോൺസ് 2 ആണ്. Therefore നമ്മൾ ഒരു വേരിയബിൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യാം. y നമ്മൾ t ആയിട്ട് ചൂസ് ചെയ്യും. Therefore മൈനസ് എക്സിന്റെ വാല്യൂ എത്ര കിട്ടും? മൈനസ് 2t എന്ന് വരും. x is equal to 2t. Therefore the ഐഗൻ വെക്ടർ എന്താണ്? ഐഗൻ വെക്ടർ is equal to 2t എന്ന് പറഞ്ഞാൽ 2 ഫസ്റ്റ് ഐഗൻ വെക്ടർ നമുക്ക് എന്ത് കിട്ടി? 2 1 എന്ന് കിട്ടിയ ഫസ്റ്റ് ഐഗൻ വെക്ടർ. അപ്പൊ ലാംഡ is equal to 2 ആവുമ്പോൾ ഐഗൻ വെക്ടർ എന്താണ്? 2 1. അത് കഴിഞ്ഞു. Lambda is equal to
2 ആയപ്പോൾ ഐക്യമെട്രി കിട്ടി. ഇനി ലാംഡ ഈക്വൽ ടു 4 ആവുമ്പോൾ ഐക്യമെട്രി കിട്ടണം. ലാംഡ ഈക്വൽ ടു 4 ആവുമ്പോൾ ഐക്യമെട്രി കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? എ മൈനസ് ലാംഡ യില് ഈ ലാംഡയ്ക്ക് വരെ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ എന്താ കിട്ടുന്നത് നോക്കി? 2 മൈനസ് 4 എന്ന് പറഞ്ഞാൽ -2 0 -1 4 മൈനസ് 4 0. ലാംഡയ്ക്ക് നമ്മൾ 4 കൊടുത്തപ്പോൾ ആദ്യത്തെ വാല്യൂ 2 - 4 -2 0 -1 4 - 4 0. ഇനി ഇതിന്റെ എക്ലോൺ ഫോം ആക്കി മാറ്റും. എക്ലോൺ ഫോം ആക്കി മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -2 0. ഇവിടെ നമ്മൾ വെറുതെ കുറച്ച് കഴിഞ്ഞാൽ 0 എന്ന് എഴുതാം കേട്ടോ. ഇവിടെ 2 കൊണ്ട് ഗുണിച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 0 ആയിക്കോളും. അപ്പൊ -2 0 0. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? ഇതിന്റെ റാങ്ക് എത്രയാണ്? റാങ്ക് 1 ആണ്. റാങ്ക് 1 ആണ്. നമ്പർ ഓഫ് അൺനോൺസ് 2 ആണ്. അപ്പൊ തന്നെ ഇക്വേഷൻസ് നമുക്ക് കിട്ടുന്നത് -2x ഈസ് ഈക്വൽ ടു 0. ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര കിട്ടും? 0. ഒരു വേരിയബിൾ നമ്മൾ ആർബിട്രറി ആയിട്ട് എടുക്കണം. ആർബിട്രറി ആയിട്ട് y നമ്മൾ t എന്ന് എടുത്തു. അപ്പൊ നമ്മുടെ ഐഗൻ വെക്ടർ എന്താണ്? therefore the eigenvector is equal to 0. eigenvector എന്താണ്? 0. eigenvector 0. അപ്പൊ രണ്ട് eigenvector നമുക്ക് കിട്ടി. ഫസ്റ്റ് eigenvector ഏതാണ്? 2 1 എന്നൊരു eigenvector കിട്ടി. രണ്ടാമത് കിട്ടിയത് എത്രയാണ്? 0 1 എന്നുള്ള eigenvector. ഇത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് മോഡൽ ക്വസ്റ്റ്യൻ ചോദിച്ചത്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? ആദ്യം നമ്മൾ ഐഗൻ വാല്യൂസ് കണ്ടുപിടിച്ചു. ഐഗൻ വാല്യൂസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ച്? ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്കേഷൻ നമ്മൾ ഓർത്തിരിക്കണം. ലാംഡ സ്ക്വയർ മൈനസ് S1 ലാംഡ പ്ലസ് S2 = 0. അതിൽ S1 എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നിരിക്കുന്ന മെട്രിക്സിന്റെ സം ഓഫ് ദ മെയിൻ ഡയഗണൽ ആംഗിൾസ്. അതിൽ S2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനന്റ് A. ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ച് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കാൽക്കുലേറ്ററിൽ ഫീഡ് ചെയ്തപ്പോൾ നമുക്ക് അതിന്റെ റൂട്ട്സ് കിട്ടി. ആ റൂട്ട്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഐഗൻ വാല്യൂസ് എന്ന് വിളിക്കുക. അപ്പൊ ഐഗൻ വാല്യൂസ് കിട്ടി. ഇവിടെ എത്ര ഐഗൻ വാല്യൂസ് കിട്ടി? 2 ഐഗൻ വാല്യൂസ് കിട്ടി. ഏതൊക്കെയാണത്? 2 കിട്ടി, 4 കിട്ടി. ഇനി 2 വരുമ്പോൾ ഉള്ള ഐഗൻ വെക്ടർ എന്താണ്? 4 വരുമ്പോൾ ഉള്ള ഐഗൻ വെക്ടർ എന്താണ്? 2 വരുമ്പോൾ ഐഗൻ വെക്ടർ എന്താണ്? നമ്മൾ അതിന് ചെയ്യാനായിട്ട് ഇവിടെ ഐഗൻ മെട്രിക്സില് ലാംഡയ്ക്ക് 2 കൊടുത്തു. ഐഗൻ മെട്രിക്സ് എന്താണ്? A മൈനസ് ലാംഡ എന്ന് പറഞ്ഞാൽ 2 മൈനസ് ലാംഡ 0 -1 4 മൈനസ് ലാംഡ. നമ്മുടെ A എന്നുള്ള മെട്രിക്സിൽ നിന്ന് മൈനസ് ലാംഡ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ് 2 മൈനസ് ലാംഡ 0 -1 4 മൈനസ് ലാംഡ. അതിൽ ലാംഡയ്ക്ക് 2 കൊടുത്തപ്പോൾ നമുക്ക് 0 0 -1 2 എന്ന് കിട്ടി. റോ ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ -1 2 0 0 കിട്ടി. അപ്പൊ ഇതിന്റെ റാങ്ക് എത്രയാണ്? 1 ആണ്. നമ്പർ ഓഫ് അൺനോൺസ് 2 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു വേരിയബിൾ നമ്മൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്തു. ഫസ്റ്റ് ഇക്വേഷൻ -x + 2y = 0 കിട്ടി. അതിൽ yക്ക് നമ്മൾ t കൊടുത്തപ്പോൾ xന്റെ വാല്യൂ 2t കിട്ടി. therefore eigenvector corresponding to lambda = 2 എന്താണ്? 2 1. ഇതുപോലെ തന്നെ ലാംഡ = 4 ആകുമ്പോൾ ഐഗൻവെക്ടർ കാണാനായിട്ട് ഈ ഐഗൻ മെട്രിക്സിൽ ലാംഡയ്ക്ക് നമ്മൾ എന്ത് കൊടുത്തു? 4 കൊടുത്തപ്പോൾ -2 0 -1 0 എന്ന് കിട്ടി. -2 0 -1 0. അതിന് നമ്മൾ ഈ -1 0 ആക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -2 0 0 0 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ഇക്വേഷൻ ആണ് കിട്ടുന്നത്. -2x = 0 x = 0 കിട്ടി. ഒരു വേരിയബിൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്തു. y = t എടുത്തു. അപ്പൊ നമുക്ക് 0 1 എന്നാണ് അടുത്ത ഐഗൻ. 2 ഐഗൻ വെക്ടർ നമുക്ക് കിട്ടി. 2 ഐഗൻ വാല്യൂസും കിട്ടി. 2 ഐഗൻ വെക്ടർ. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം എല്ലാവരും ചെയ്ത് പഠിച്ചോളൂ കേട്ടോ. എല്ലാവരും എഴുതിയെടുത്തോളൂ. കൃത്യമായിട്ട് എഴുതിയെടുത്തോളൂ കേട്ടോ.